അവരുടെ ഫാൻസിനും ഇപ്പം എല്ലാവർക്കും ഒരു ആകാംക്ഷമാണ് എന്ത് നടന്നു, ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ എന്തവിടെ സംഭവിച്ചു എന്നറിയാൻ വേണ്ടി എല്ലാവർക്കും ഒരു മനസ്സിൽ ഇതുണ്ടാവും. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, പ്രണവ് പിന്നെ അമ്മ അച്ഛ ഇവർ ഇത്ര ആൾ ഇന്നലെ മിഞ്ഞാന്നെന്തോ അവർ വീട്ടിൽ ഇല്ലായിരുന്നു. അവർ വീട്ട് ഫുള്ള് പൂട്ടിയിട്ട് ഇവരുടെ വീട് വന്ന ശേഷം അവർ വീട് പൂട്ടിയിട്ട് അവരെവിടേക്കോ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ആ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തുമ്പോൾ ഒരു 2 മണി നേരത്ത് 2-2:30 മണിയാകുമ്പോൾ എനിക്കൊരു പുതിയൊരു വീഡിയോ കാണാനിടയായി. കാരണം ഞാൻ അവരുടെ ചാനൽ വെറുതെ ഒന്ന് പോയി നോക്കിയതാണ്. നോക്കുമ്പോൾ പ്രവീണിൻ്റെ ചാനലിലും പ്രണവിൻ്റെ ചാനലിലും അവരുടെ വീഡിയോസ് ഇല്ല. അപ്പോൾ എൻ്റെ മനസ്സിലാകെ ആകെ കൺഫ്യൂസായി. കാരണം ഇതെന്താ, പിന്നെ അതിൻ്റെ മുമ്പ് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ വക്കീൽ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രണവിന് 10 വർഷത്തെ ശിക്ഷ അനുഭവിക്കേണ്ടത്, തടവിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന്. 498 സെക്ഷൻ ഉണ്ട്. അത് ക്രൂവാലിറ്റി ആണ് പറയുന്നത്. അത് ഹസ്ബൻഡോ റിലേറ്റീവ്സോ ഒരു വുമനെ ഡൊമസ്റ്റിക് വയലൻസ് ചെയ്ത് ഉപദ്രവിക്കാൻ നോക്കിയാൽ, ഇപ്പോൾ സെക്ഷലി ഫിസിക്കലി അബ്യൂസ് ചെയ്യാൻ നോക്കുക, ടോർച്ചർ ചെയ്യാൻ നോക്കുക, അതാണ് ഈ സെക്ഷൻ 498A ഓഫ് IPC പറയുന്നത്. സെക്ഷൻ 315 ഓഫ് IPC ഉണ്ട്. അതെന്ന് വെച്ചാൽ അൺബോൺ ചൈൽഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഹാംഫുൾ ആക്ട് ചെയ്യുക, അതിൻ്റെ പണിഷ്മെന്റ് വരുന്നത് 10 years ആണ് പണിഷ്മെന്റ് വരുന്നത്. ലൈക്ക് വൂമ്പിലുള്ള ഒരു കുട്ടീനെ എന്തെങ്കിലും ഉപദ്രവിക്കാൻ നോക്കുക. അത് സത്യമായിട്ടും ഏതൊരു ഗർഭിണിക്ക് ആരും എന്ത് ചെയ്താലും അതൊരു 10 വർഷത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. കാരണം അത്രത്തോളം അവർ ഹെൽത്ത്, ഒരാളല്ലല്ലോ 2 ആളല്ലേ. അപ്പോൾ അവരെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ആരെങ്കിലും പ്രണവായാലും ഇനി ഏതെങ്കിലും ഒരു വ്യക്തി ആണെങ്കിലും ഗർഭിണിമാർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല, അത് തെറ്റ് തന്നെ. പക്ഷെ എന്താ പറയുക, ഇപ്പോൾ ഈ പ്രവീൺ ചൂണ്ടിക്കാണിച്ചത് സ്വന്തം അമ്മനെ അച്ഛനും അനിയനാണ്. അത് ഞാൻ പ്രവീണിനെ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം അവൻ്റെ കുഞ്ഞിനെ അവൻ്റെ ഭാര്യനെ സേഫാക്കി നിൽപ്പിക്കേണ്ട അവൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം അവന് വിശ്വസിച്ചിട്ടാണ് മൃദുലൻ്റെ വീട്ടുകാർ അവനെ കെട്ടിച്ചു വിട്ടത് പോലും. അപ്പോൾ അതിന് അച്ഛനായാലും അമ്മയായാലും അവൻ്റെ ഭാര്യനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവന് ഭാര്യൻ്റെ കൂടെ നിൽക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ അത് 100% കറക്റ്റാണ്. കാരണം അവൾ ഇവനെ മാത്രം വിശ്വസിച്ച് വരുന്ന ഒരു പെണ്ണാണ്. അപ്പോൾ ഇങ്ങനെ എന്തോ ആരോ ഒന്ന് ഇടയിൽ പോയിട്ട് ഇത് എത്രത്തോളം വലിയ കാര്യമാണെന്ന്, ഇത് എത്രത്തോളം ഇത് എവിടെ വരെ എത്തുമെന്ന് അറിഞ്ഞൊരാൾ പോയിട്ട് ഇവരുടെ ഇടയിൽ സംസാരിച്ചിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ സംസാരിച്ചിട്ട് ഇവരിപ്പോൾ ഒന്നായി തോന്നുന്നു ഗൈസ്. കാരണം ഒന്നായത് കൊണ്ടല്ലോ അതിൻ്റെ റിസൾട്ട് അവരുടെ ചാനലിൽ കാണുന്നത്. കാരണം ഇത്ര മില്യൺസ് കണക്കിൽ വ്യൂസ് വന്ന ഒരു വീഡിയോസ് 2 പേരും ഇങ്ങനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, അതും 2 മണി കഴിഞ്ഞിട്ടാണ് അവർ ഡിലീറ്റ് ചെയ്തത്, ആ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് അവരുടെ ഉള്ളിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഒന്ന് ശരിയായിരിക്കും, അവർ സോൾവ് ആയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ വേണ്ട, നിങ്ങളെ വഴി എൻ്റെ വഴി, ഇനി ഇതിന് വെച്ച് നമ്മൾ ഇനി ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. എന്തും നമുക്കിപ്പോൾ അവരുടെ പുതിയൊരു അപ്ഡേഷൻ വരുന്നവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. കാരണം അവരിപ്പോൾ എന്താ പറയുന്നത്, എല്ലാവരും ഒന്നിച്ചോ ഇല്ലെങ്കിൽ അവർ വഴി അവർ സ്വീകരിച്ചു, ഇല്ലെങ്കിൽ ഞങ്ങളെ വഴി ഞങ്ങൾ സ്വീകരിച്ചു, ഇനി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയില്ല എന്ന് ചിന്തിച്ചിട്ടാണോ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്തായാലും അച്ഛനമ്മനെ എല്ലാവരും നാട്ടുകാർ മുമ്പിൽ ഇട്ട് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഒരു കണക്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് നന്നായി. പക്ഷെ മറ്റൊരു കണക്കിൽ നോക്കിയാൽ ഭാര്യനെ അങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് ചിന്താഗതി അവൻ്റെ തലയിൽ ഉണ്ടെങ്കിൽ മതിയായിരുന്നു. ഇപ്പോൾ പബ്ലിക് ഫുള്ള് അറിയാം ഇവരുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ. മുമ്പ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കിയായിരുന്നു, ഞാൻ ഡെയിലി നോക്കാറില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ ഇവർ 2 പേരും നല്ല ഡാൻസറാണ്. അതുമല്ലാണ്ട് ഇവരുടെ അച്ഛൻ്റെ ഒരു സ്വഭാവം വെച്ചെങ്കിലും അമ്മൻ്റെ സ്വഭാവം, അനിയൻ്റെ സ്വഭാവം, പിന്നെ ഇവൻ്റെ സ്വഭാവം, വന്നു കയറിയ മരുമകളുടെ സ്വഭാവം, മാഷാ അല്ലാഹ് അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും, ഈ വീഡിയോസൊക്കെ കാണുന്നവർ ഇങ്ങനെ വേണം ഫാമിലി, ഇങ്ങനെ ആയിരിക്കണം ഫാമിലി എന്ന് ചിന്തിച്ചിടാം. പക്ഷേ ഈ വീഡിയോ വന്നതോടെ എല്ലാവരും ചിന്തായി, എന്ത് ഫാമിലിയായി, നമ്മുടെ ഫാമിലി ഏറ്റവും ബെറ്റർ, ഇവരുടെ ഫാമിലി അല്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇനി ഏത് വ്ളോഗറായെങ്കിലും നിങ്ങളെ വീട്ടിലുള്ള പ്രശ്നം നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിലേ തീർക്കാം. ഇനി ഡൈവോഴ്സ് പോലെ ആവുന്നുണ്ടെങ്കിലും അത് സമാധാനമായിട്ട് ഡൈവോഴ്സ് ചെയ്തിട്ട് പിന്നെ പറയാം ഞങ്ങൾക്ക് 2 പേർക്കും ഒന്നിച്ച് പോകാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഡൈവോഴ്സ് ചെയ്തത്. അല്ലാണ്ട് അവൾ അങ്ങനെ ചെയ്തു ഇവൻ ഇങ്ങനെ ചെയ്തു അങ്ങനെയൊക്കെ ചെളി വാരാതെ എറിയാതെ അവരുടെ ഫാമിലിത്തെ സംഭവം പുറത്തിങ്ങനെ അറിയിക്കാതെ ഇരിക്കുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ യൂട്യൂബിൽ എന്ന് പറഞ്ഞാൽ ഇട്ടാൽ ഇടി പബ്ലിക് ആവുന്നൊരു സംഭവമാണ്. ആ പബ്ലിക് ആകുമ്പോൾ നമ്മുടെ വീട്ടിലെങ്കിൽ നമ്മൾ 4 പേരെ അറിയും.
പബ്ലിക് എന്ന് പറഞ്ഞാൽ ഇടീ ലക്ഷക്കണക്കിൽ ആൾക്കാരാണ് ഇതിന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാനം നമ്മൾ തന്നെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞ പോലെ ആകും. കാരണം അവർ നാളെ അവരോടും ഇവർ അങ്ങനത്തെ അവരാണ്, ഇവർ വീട്ടിൽ ഒരു സമാധാനമില്ല, ഇവരെങ്ങനെയൊക്കെ ജീവിച്ച് പോകുന്നവരാണ്, അങ്ങനെ ചിന്തിക്കും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യരുത്. പക്ഷേ പ്രണവിന് ഞങ്ങൾ പുറത്തായത് അച്ഛന് ഈ ഒരു പറഞ്ഞ വാക്കിൻ്റെ പുറത്താണ് ഞങ്ങൾ വിട്ടത്. കാരണം നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ വന്നതും അങ്ങനെ പറഞ്ഞിട്ട് അവിടെ ഒഴിവാക്കായിരുന്നു. പക്ഷേ ആ ഒരു കരിയുന്ന വീടിട്ടപ്പോൾ സത്യത്തിൽ പറഞ്ഞ ആരെങ്കിലും റിയാക്ട് ചെയ്തു പോകും. കാരണം ഒരു ഗർഭിണിയാണ് എങ്കിൽ കരയുന്നത്, അല്ലാതെ വേറെ ആരുമല്ല. ആ ഗർഭിണി കരയുമ്പോൾ ആർക്കും ഒരു വിഷമം മനസ്സിൽ തോന്നും. അത് ഇനി എത്രത്തോളം അവളുടെ ശത്രുവാട്ടെ മിത്രമായിട്ട്. കാരണം വയറ്റൊരു കുഞ്ഞ് വെച്ചിട്ട് അത്രത്തോളം കരയണമെങ്കിൽ അവൾ അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാവണം. അത് കാണുമ്പോൾ ഒരു ഫേക്ക് കരച്ചിൽ പോലെ കാണുന്നില്ല. അപ്പോൾ കുറേ പേര് ഞാൻ ഇടയിൽ കമൻസിലൂടെ കണ്ടിട്ടുണ്ട്. കുറേ പേര് പറയുന്നുണ്ട് അവരുടെ ചാനലിൽ തന്നെ പ്രസവിക്കുന്ന 5 ദിവസത്തിന് മുമ്പ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡാൻസിങ്ങിൻ്റെ. അപ്പോൾ അതേ 5 ദിവസത്തെ സംഭവമാണ് വീഡിയോയിലും കൂടെ പറഞ്ഞത്. എനിക്ക് പ്രസവിക്കാൻ 5 ദിവസമുണ്ട്, അന്നേരമാണ് എൻ്റെ മുതുകത്തും വയറ്റിനടിക്കും ചവിട്ട് വീണതെന്ന് പറയുന്നുണ്ട് അവൾ. അപ്പോൾ എന്നാലും അത് അവർക്കൊരു കൺഫ്യൂസായി. ഈ നോക്കുന്ന വ്യൂവർക്ക് കൺഫ്യൂസായി. കാരണം 5 ദിവസത്തേക്ക് മുമ്പ് ഇങ്ങനെ ഡാൻസും ചെയ്തു, 5 ദിവസത്തേക്ക് മുമ്പ് തന്നെ ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഇവള് ഇത്ര ഹെൽത്ത് ഇത്രയൊക്കെ അടിയും പിടി ഉണ്ടായിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ എങ്ങനെ പറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ക്ലിയർ ഒരു സംഭവം പറയാം. നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ പോസ്റ്റ് ചെയ്യുന്നില്ല, അത് കുറച്ച് എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെടുത്ത വീഡിയോ പോലും പോസ്റ്റ് ചെയ്ത നേരം ചിലപ്പോൾ 5 ദിവസത്തെ അന്ന് രാവിലെ ആയിരിക്കും, അല്ലെങ്കിൽ അവർ വീഡിയോ എടുത്ത് വന്ന ശേഷമായിരിക്കും ഈ ഒരു സംഭവം നടക്കുന്നത്. എന്തായാലും ആ സംഭവം നടന്നത് ആ വീഡിയോ എടുത്ത ശേഷമാണ്. ഒരാൾക്ക് മാനസികമായിട്ട് അത്രത്തോളം തകർന്ന നേരത്ത് ആരും വീഡിയോ എടുക്കാൻ പോലെ. ഇനി പ്രണവാണെങ്കിലും മൃദുലാണെങ്കിലും ഒരിക്കലും മാനസികമായി അത്ര തകർന്ന ഒരു നേരമാണ് അവർ. അപ്പോൾ ഒരിക്കലും അവർ ആ വീഡിയോ എടുത്തിട്ട് ആ ഒരു മുഖത്ത് എത്ര നമ്മൾ അഭിനയിച്ച ആ നേരത്ത് ആ എക്സ്പ്രഷൻ വരില്ല. മനസ്സുകൊണ്ട് വേദന എടുത്താൽ നമുക്കൊരിക്കലും ആ ഒരു എക്സ്പ്രഷൻ വരില്ല. അപ്പോൾ അത് എപ്പോഴത്തെ വീഡിയോയിൽ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വന്ന ശേഷമാണ് ഇങ്ങനത്തെ ഒരു സംഭവമെല്ലാം ചെയ്തിട്ട് പിന്നെ അവർ അതൊരു തെളിവിന് വേണ്ടി എടുത്ത വീഡിയോ ആണ്. പക്ഷേ എന്താ പറയുക, അതിങ്ങനെ കുറേ അവർക്ക് കൺഫ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം കൺഫ്യൂസ് മാറി എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും ഒന്നുകൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായി. പ്രവീണിൻ്റെ എങ്ങനെയെങ്കിലും ഈ വീഡിയോ വന്നല്ലേ, പ്രണവിൻ്റെതും കൂടി ഇതിൻ്റെ ഒരു മറുപടിയായ ഒരു വീഡിയോ വരും. അതിനിപ്പോൾ ആരും പ്രതീക്ഷിക്കണ്ട. കാരണം അതിൻ്റെ ഒരു മറുപടി വീഡിയോ ഒന്നും വരാൻ പോകുന്നില്ല. കാരണം ഇവർ ഒന്നിച്ചു ഒരു ഉറപ്പിച്ച് ഞാൻ പറയുന്നില്ല. കാരണം എന്ത് നടന്നു, ഇതിൻ്റെ ഇടയിൽ എന്ത് നടന്നു എന്നുള്ള ഒരു വീഡിയോ അവർ കുറച്ച് സമയം കഴിഞ്ഞാൽ അവരിടും. കാരണം അത് ഉറപ്പാണ്. കാരണം നമുക്കിപ്പോൾ എല്ലാ അവരുടെ ഫാൻസിനും ഇപ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷമാണ് എന്ത് നടന്നു, ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ എന്തവിടെ സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടി എല്ലാവർക്കും ഒരു മനസ്സിൽ ഇതുണ്ടാവും. മനസ്സിലായില്ലേ? സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ, ഈ വീഡിയോ അവരുടെ ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ മൃദുല പറഞ്ഞ വാക്കുകൊണ്ടും പ്രണവിന് 10 വർഷത്തെ കുറഞ്ഞ 10 വർഷത്തെ ശിക്ഷ അനുഭവിക്കേണ്ട ഒരു ഗതികേട് അവസ്ഥയിൽ വരട്ടി കൊച്ചുവിന്. പിന്നെ അമ്മായിയമ്മക്കും പീഡിപ്പിച്ചതിനും വഴക്കം അങ്ങനെയൊക്കെ അതിൻ്റെ വേറെ കേസ് ഉണ്ടാവട്ടി. പക്ഷെ പ്രവീണിന് എന്തോ സ്വന്തം അമ്മനച്ഛനോട് എന്തായാലും മക്കൾക്ക് സിമ്പതി തോന്നും. അതൊരു രക്തബന്ധമാണ്. ഇനി എത്ര ക്രൂരത കാണിച്ചാലും അമ്മനല്ലേ അച്ഛയല്ലേ എന്ന് വിചാരിച്ചിട്ട് അവരങ്ങ് മറന്ന് കളയാനും നോക്കും. അപ്പോൾ രക്തബന്ധം ഞാൻ ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രക്തബന്ധം അതൊരിക്കലും പോവില്ല. വെള്ളം രണ്ടാക്കാൻ നോക്കിയാൽ നമുക്ക് രണ്ടാവാൻ പറ്റത്തില്ല. കടലിൻ്റെ വെള്ളം നമുക്ക് രണ്ടാക്കാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. അത് ഒന്നിച്ചിട്ട് തന്നെ ഉണ്ടാവും. അതുപോലെയാണ് നമ്മുടെ ബന്ധം പോലും. അപ്പോൾ ഒരിക്കലും അറുത്ത് മുറിച്ച് മാറ്റാൻ ഒരിക്കലും ആർക്കും പറ്റത്തില്ല. എന്തായാലും പുതിയ അപ്ഡേഷനുമായി അവരെ കാത്തിരിക്കാം. അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ വലിയ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാം. അതുവരെ ബൈ, ടേക്ക് കെയർ.